ഈ AI അഡ്വാൻസ്മെൻറ്റ് കൊണ്ടൊക്കെ ഇമേജ് ഉണ്ടാക്കാനും വീഡിയോ ഉണ്ടാക്കാനും മാത്രമല്ല റിയൽ ലൈഫിലും യൂസ് കേസ് ഉണ്ട്. ഈ പുതിയ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് AI വെച്ച് സംസാരിക്കാൻ പറ്റും. അതും ബ്രെയിൻ യൂസ് ചെയ്ത്. ബ്രെയിൻ ടു വോയിസ്. ഇവിടെ ബ്രെയിനിൽ നിന്ന് വരുന്ന വേവ്സിനെ AI ആൽഗറിതംസ് യൂസ് ചെയ്ത് സൗണ്ട് ആക്കി മാറ്റും. മനസ്സിൽ എന്ത് പറയണമെന്ന് വിചാരിച്ചാൽ മതി, ഈ ഡിവൈസ് അത് റിയൽ ടൈമിൽ വോയിസ് ആക്കും. നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോ നോക്കാം. You love me there and so change you to live. Where change you that lives. നേരത്തെ എങ്ങനെ ഒരു സെൻറ്റൻസ് പ്രോസസ്സ് ചെയ്യാൻ തന്നെ 1 മിനിറ്റോളം എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ AI ഇത്ര ഇമ്പ്രൂവ് ആയതുകൊണ്ട് വീഡിയോയിൽ കണ്ട പോലെ റിയൽ ടൈമിൽ തന്നെ സംസാരിക്കാൻ പറ്റും. ജന്മനെ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർക്കോ അല്ല എന്തെങ്കിലും ഇഞ്ചുറി കാരണം സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർക്കോ ഈ AI എന്തായാലും ഹെൽപ്ഫുൾ ആവും. ഇത് മാത്രമല്ല, കുറേ ഇൻട്രസ്റ്റിംഗ് AI അപ്ഡേറ്റ്സ് ഈ ആഴ്ച വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഹോളിവുഡ് ലെവൽ ഷോർട്സ് നമുക്കിപ്പോൾ ഒരു ഇമേജിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അല്ലാതെ പുതിയൊരു ഇമേജ് 2 വീഡിയോ മോഡൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ലിപ്സിങ് ചെയ്യാൻ പറ്റുന്ന AI, ആമസോണിൻ്റെ പുതിയ AI ഏജൻറ്റ്, അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് AI ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ന്യൂസ് നമുക്ക് സാം ഓൾമാൻ്റെ ട്വീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓപ്പണായിട്ട് GPT-5 വരാൻ ലേറ്റ് ആവും. അതിന് മുന്നേ O3, O4 മിനി എന്ന് പറയുന്ന മോഡൽസ് ഈ വരുന്ന ആഴ്ചയിൽ തന്നെ റിലീസ് ചെയ്യും. GPT-5 ലേറ്റ് ആകാൻ കാരണം ChatGPTയിലെ യൂസേഴ്സ് പെട്ടെന്ന് കൂടിയോണ്ടാണ്. അതുകൊണ്ട് പുതിയ മോഡൽ വരുമ്പോഴേക്കും എല്ലാവർക്കും ChatGPT സ്മൂത്തായി യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനാണ് ഈ ഡിലേ. ഈ യൂസേഴ്സ് പെട്ടെന്ന് കൂടാനുള്ള കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഗിബിലി പേജ് വൈറലായത് തന്നെയാണ് കാരണം. ChatGPT 2022 ലോഞ്ച് ചെയ്തപ്പോൾ 1 മില്യൺ യൂസേഴ്സിലേക്ക് എത്താൻ 5 ദിവസം എടുത്തു. പക്ഷേ ഗിബിലി ഇമേജ് വൈറലായി കഴിഞ്ഞ് ChatGPTക്ക് വെറും 1 മണിക്കൂറിൽ ഈ 1 മില്യൺ യൂസേഴ്സിനെ കിട്ടി. ഇപ്പോൾ ChatGPT വീക്ക്ലി 500 മില്യൺ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനു പുറകെ ഈ ആഴ്ച സോഫ്റ്റ് ബാങ്ക് OpenAIയിൽ $40 ബില്യൺ ഫണ്ടിങ് നടത്തി. ഇപ്പോൾ OpenAIയുടെ ടോട്ടൽ വാല്യൂഷൻ $300 ബില്യൺ ആണ്. ആമസോൺ പുതിയൊരു AI ഏജൻറ്റിനെ ഇറക്കി, നോവ ആക്ട്. കഴിഞ്ഞ മാസം വൈറലായ മാനസ് AI പോലൊരു AI ഏജൻറ്റാണ് ഈ നോവ ആക്ട്. ഇതിന് തന്നെ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്ത് ഓരോ ടാസ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള മെയിൻ AI ഏജൻസ് ആയ OpenAIയുടെ ഓപ്പറേറ്ററിനേക്കാളും ക്ലൗഡിൻ്റെ കമ്പ്യൂട്ടർ യൂസിനേക്കാളും ബെറ്ററാണ് ഈ ആമസോണിൻ്റെ പുതിയ ഏജൻറ്റ്. nova.amazon.com ഇതിപ്പോൾ ട്രൈ ചെയ്യാം. പക്ഷേ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. US കസ്റ്റമേഴ്സിന് മാത്രമേ ഇപ്പോൾ ആക്സസ് ഉള്ളൂ. ഈ ഏജൻറ്റ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫീച്ചർ ആമസോണിൽ വരുന്നുണ്ട്, ബൈ ഫോർ മീ ബട്ടൺ. ഇനി ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ ആമസോണിലെ പ്രോഡക്ട്സ് മാത്രമല്ല വേറെ സൈറ്റിലെ പ്രോഡക്ട്സും കാണാൻ പറ്റും. അപ്പോൾ വരുന്ന ഈ ബൈ ഫോർ മീ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഏജൻറ്റ് നമുക്ക് വേണ്ടി സൈറ്റിൽ പോയി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും. റൺവേ ML അവരുടെ പുതിയ AI മോഡൽ ഇറക്കി, Gen 4. വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോഴേക്കും കൺസിസ്റ്റൻറ്റ് ക്യാരക്ടേഴ്സ്, ബെറ്റർ ഫിസിക്സ്, ബെറ്റർ കണ്ടിന്യൂറ്റി ഒക്കെ ഈ മോഡലിൽ നിന്ന് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഈ പുതിയ Gen 4 വെച്ചുണ്ടാക്കിയ ഒരു ഡെമോ നമുക്ക് നോക്കാം. ഇതിപ്പോൾ റൺവേ MLലെ പെയ്ഡ് യൂസേഴ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ശരിക്കുള്ള യൂസേഴ്സ് ഈ മോഡൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത 2-3 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇതുപോലെയുള്ള മൂവി ഷോട്ട്സ് ഒക്കെ നമുക്കിപ്പോൾ ഒരു ഇമേജിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം. ഹിക്സ്ഫീൽഡ് AI ഹോളിവുഡ് ലെവൽ ഷോട്ട്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് ഷോട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ സെലക്ട് ചെയ്ത ഷോട്ടിലുള്ള വീഡിയോ ആക്കി ഇത് കൺവേർട്ട് ചെയ്ത് തരും. നമുക്ക് കുറച്ച് ഡെമോ നോക്കാം. ഈ ടൂളിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ $9 പെർ മന്ത് ആണ്. ഒരു ഫ്രീ ട്രയൽ ഉണ്ട്, അതിൽ നമുക്ക് 2 വീഡിയോസ് ജനറേറ്റ് ചെയ്യാം. മറ്റേ ഈ പുതിയൊരു ലിപ്സിംഗ് മോഡൽ ഇറക്കി, മൊക്കയ. വെറും ഓഡിയോയിൽ നിന്ന് മാത്രമേ ഇത് ഫുൾ ലിപ്സിംഗ് വീഡിയോ ജനറേറ്റ് ചെയ്ത് തരും. മീൻസ് റെഫറൻസ് ഇമേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. റെഫറൻസ് ഇമേജ് കൊടുത്തിട്ടുള്ള ലിപ്സിംഗ് ആണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ. മിക്കവാറും സമയം ഒരു റാൻഡം ഇമേജിനെ ലിപ്സിംഗ് ചെയ്യിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോ നോക്കാം. You don't even know me. I'll have the rest of my life to find out. Don't ever let somebody tell you you can't do something. Not even me. This part of my life, this little part, is called happiness. Sometimes it can feel like a tightening in your chest. എന്തൊക്കെ പറഞ്ഞാൽ AI ലിപ്സിംഗ് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഉള്ളതിൽ ലിപ്സിംഗ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ മോഡൽ ഹെഡ്ര ലാബ്സിൻ്റെ ക്യാരക്ടർ 3 ആണ്. ഡേറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാണ്ട് ടിൻഡർ പുതിയൊരു ഗെയിം ഇറക്കി, ദ ഗെയിം.
ഓപ്പൺ ആയിട്ട് വോയിസ് ചാറ്റ് യൂസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് വെച്ച് റിയൽ ലൈഫ് ഡേറ്റിംഗ് സിനാരിയോസ് വോയിസ് ചാറ്റിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത്രയുള്ള ഈ ആഴ്ചത്തെ മെയിൻ AI ന്യൂസ്. നമ്മൾ എല്ലാ ആഴ്ചയും ഇതുപോലത്തെ വീഡിയോയും അതൊന്നും മിസ്സാകാതിരിക്കാൻ സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച വരാം. ബൈ.